ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമായ വിജ്ഞാൻ രത്ന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഗോവിന്ദരാജൻ പത്മനാഭനാണ് ആദ്യ വിജ്ഞാൻ രത്ന പുരസ്കാരം നേടിയ വ്യക്തി. കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ആരാണ്? ഉത്തരം ഇന്ത്യയാണ് കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ. എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒറ്റ രൂപ നോട്ട് പുറത്തിറക്കിയത്? ഉത്തരം 1949 ഓഗസ്റ്റ് 12. ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാനി താരത്തിന്റെ പേരെന്താണ്? ഉത്തരം അർഷാദ് നദീമാണ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ പാകിസ്ഥാനി താരം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ഇന്ത്യയിൽ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 7. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാണ് ധ്യാൻചന്ദിന് രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചത്? ഉത്തരം 1956. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? ഉത്തരം MK മേനോനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത്. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ വളരെയധികം ശ്രദ്ധ നേടിയ മലയാളി വനിത ആരായിരുന്നു? ഉത്തരം ഗായത്രി നാരായണൻ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ്? ഉത്തരം ആട്ടം എന്ന ചിത്രത്തിനാണ് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ല. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി ആരാണ്? ഉത്തരം PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായ മലയാളി. നരസിംഹ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നരസിംഹ കമ്മിറ്റി. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസമായി നാസ സ്ഥിരീകരിച്ചത് ഏത് തീയതിയാണ്? ഉത്തരം 2024 ജൂലൈ 22. പാരാഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷനാണ് പാരീസിൽ തുടക്കം കുറിച്ചത്? ഉത്തരം പാരാഒളിമ്പിക്സിന്റെ 17ാമത്തെ എഡിഷനാണ് പാരീസിൽ നടന്നത്. ഗായത്രി നാരായണൻ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഏത് രാജ്യത്തിന്റെ പതാകയാണ് വഹിച്ചത്? ഉത്തരം ലിച്ചസ്റ്റീൻ എന്ന യൂറോപ്യൻ രാജ്യത്തിന്റെ. ബ്രസീലിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ്? ഉത്തരം പെലെയാണ് ബ്രസീലിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കലം നേടിയത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യയാണ് ഹോക്കിയിൽ വെങ്കലം നേടിയത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EK നയനാരായിരുന്നു കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ കേരള മുഖ്യമന്ത്രി. നായകളിലെ മഹാൻ എന്ന് അറിയപ്പെടുന്ന ഹാച്ചിക്കോ ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ജപ്പാൻകാരനാണ് ഹാച്ചിക്കോ എന്ന നായ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. കുത്തബ് മീനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്കൈ ഡക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ബംഗളൂരുവിലാണ് കുത്തബ് മീനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്കൈ ഡക്ക് നിലവിൽ വരുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിൽ ഒന്നായ ബോംബെ സമാചാർ ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1822 ബോംബെ സമാചാർ ആരംഭിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് പഴയ 1000-500 സീരീസിലെ നോട്ടുകൾ നിരോധിച്ചത് എന്നാണ്? ഉത്തരം 2016 നവംബർ 8 ഇന്ത്യ ഗവൺമെന്റ് പഴയ 1000-500 സീരീസിലെ നോട്ടുകൾ നിരോധിച്ചത്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ജൂൾസ് വെർണിന്റെ പുസ്തകമാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക്. ലോക നായ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 26 ലോക നായ ദിനം. മികച്ച ബാലതാരത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ശ്രീപദിനാണ് മികച്ച ബാലതാരത്തിനുള്ള 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ടാണ് ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാൻ എത്തിയത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമായിരുന്നു മിശ്രശക്തി? ഉത്തരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് മിശ്രശക്തി. മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ഇന്ത്യയിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം ചണയാണ് ഇന്ത്യയിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ബോട്സ്വാനയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത്. എത്ര വർഷത്തെ നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യൻ ഹോക്കി ടീം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കിയത്? ഉത്തരം നീണ്ട 41 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യൻ ഹോക്കി ടീം മെഡൽ നേടിയത്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ്? ഉത്തരം ഗുജറാത്തിലെ മദാപ്പർ എന്ന ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. അടുത്തിടെ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇസ്രായേലാണ് അടുത്തിടെ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 2024 അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം അസ്ന എന്ന ചുഴലിക്കാറ്റാണ് അറബിക്കടലിൽ രൂപം കൊണ്ടത്. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്? ഉത്തരം 2023 മെയ് 19 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ലോക അവയവദാന ദിനം എന്നാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.